നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിന്റെ LP UP സ്പെഷ്യൽ ടോപ്പിക് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് LP UP സ്കൂൾ ടീച്ചേഴ്സ് ആവാൻ പോകുന്ന യോഗ്യതാ പരീക്ഷ ജൂലൈ 6-നാണ് നടക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാനുള്ള ഒരു സീരീസ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലൂടെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ PSC പള്ളിക്കൂടം എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുവരെ PSC ചോദിച്ച ചോദ്യങ്ങളാണ് അല്ലേ. മുൻകാല ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം LP UP പോലെയുള്ള എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പോൾ മുൻകാല ചോദ്യങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൂടാതെ തത്വചിന്തകരുടെ വാക്കുകളും അതുപോലെ തന്നെ ടീച്ചിങ് എബിലിറ്റി, സൈക്കോളജി, ബോധനശാസ്ത്രം അതിൽ നിന്നൊക്കെ വരുന്ന ടോപ്പിക്കുകളും നമ്മുടെ ക്ലാസ്സിലൂടെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത് ചോദ്യം ഇതാണ്: വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ, വായനയ്ക്ക് മുമ്പ് വാക്കുകൾ, വരയ്ക്ക് മുമ്പ് വായന, എഴുത്തിന് മുമ്പ് വര. ഇങ്ങനെയുള്ള അഭിപ്രായം ആരുടേതാണെന്ന് അറിയാമോ? ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് പെസ്റ്റാലോസി എന്ന തത്വചിന്തകനാണ്. ആരാണ്? പെസ്റ്റാലോസിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ, വായനയ്ക്ക് മുമ്പ് വാക്കുകൾ, വരയ്ക്ക് മുമ്പ് വായന, എഴുത്തിന് മുമ്പ് വര എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? പെസ്റ്റാലോസിയാണ്. അപ്പൊ നമുക്കിതെങ്ങനെ ഓർത്ത് വെക്കാം? ഈ പെസ്റ്റ എന്നുള്ളത് നമുക്ക് പേസ്റ്റ് എന്ന് ഓർമ്മിക്കാലോ അല്ലെ. പേസ്റ്റ്. അപ്പൊ നമ്മൾ പല്ല് തേക്കുന്നതിന് മുമ്പ് പേസ്റ്റ് യൂസ് ചെയ്യും അല്ലെ. പല്ല് തേക്കുന്നതിന് മുമ്പ് പേസ്റ്റ് എന്നുകൂടെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഈ ചോദ്യം അഥവാ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു കാര്യം ഓർമ്മ വരുമല്ലോ. പല്ല് തേക്കുന്നതിന് മുമ്പ് നമ്മൾ പേസ്റ്റ് എടുക്കും അല്ലേ. അപ്പോൾ ഈ മുമ്പ് എന്നുള്ളതെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ കൂടെ പല്ല് തേക്കുന്നതിന് മുമ്പ് പേസ്റ്റ് എന്നും കൂടെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ പെസ്റ്റാലോസി നമുക്ക് ഓർത്തെടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ഷൻസിലൂടെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള തത്വചിന്തകന്മാരുടെ പേരൊക്കെ ഓർത്തു വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആ രീതിയിൽ ക്യാച്ച് ചെയ്ത് പഠിക്കുക. അല്ലാതെ ഡയറക്റ്റ് ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ഓർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഓർത്ത് വെച്ചത്. പല്ല് തേക്കുന്നതിന് മുമ്പ് പേസ്റ്റ് എന്നൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചു. അപ്പോൾ പെസ്റ്റാലോസിയിൽ മറക്കില്ലല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. മസ്തിഷ്കത്തിൽ അധിഷ്ഠിതമായ ബോധനം ആരുടേതാണ്? മസ്തിഷ്കത്തിൽ അധിഷ്ഠിതമായ ബോധനം എന്ന രീതി കൊണ്ടുവന്നത് ആരാണ്? ജോൺ ഡ്യൂയി ആണ് അല്ലെ. മസ്തിഷ്കത്തിൽ അധിഷ്ഠിതമായ ബോധനത്തിന് പ്രാധാന്യം നൽകിയ തത്വചിന്തകൻ ആരാണ്? ജോൺ ഡ്യൂയി ആണ്. അപ്പൊ ഡ്യൂയി എന്നുള്ളതിന് നമുക്ക് ഡ്യൂപ്പ് അല്ലെങ്കിൽ ഡ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡ്യൂപ്പ് എന്നൊക്കെ ഓർമ്മിച്ചു. അപ്പൊ മസ്തിഷ്കത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ മസ്തിഷ്കം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഡ്യൂപ്പായിട്ടുള്ള മറ്റൊരാളുടേതല്ല എന്ന് ഓർത്തു വെച്ചാൽ മതി. മസ്തിഷ്കത്തിൽ അധിഷ്ഠിതമായ ബോധനമാണ്. നമ്മുടെ മസ്തിഷ്കം കൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അല്ലാതെ ഡ്യൂപ്പിൻ്റെ ഒന്നും ഉപയോഗിച്ചിട്ടല്ല എന്ന് ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജോൺ ഡ്യൂയിയെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ. മൂന്നാമത്തേത് കുട്ടികളുടെ മനസ്സ് ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് ആണ് എന്ന് പറഞ്ഞത് ആരാണ്? കുട്ടികളുടെ മനസ്സ് ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് പോലെയാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ? ജോൺ ലോക്കാണ്. മാറിപ്പോരുത്. ജോൺ ഡ്യൂയിയും ജോൺ ലോക്കും മാറിപ്പോരുത്. ജോൺ ലോക്ക് പറഞ്ഞത് എന്താണ്? കുട്ടികളുടെ മനസ്സ് ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് ആണെന്നല്ലേ. അപ്പോൾ നമുക്കതെങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒഴിഞ്ഞ മുറി ഓർമ്മിക്കാം അല്ലേ. ഒഴിഞ്ഞ മുറി നമ്മൾ എപ്പോഴെങ്കിലും ലോക്ക് ചെയ്യുമോ? ഇല്ല. നമുക്ക് എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉള്ള മുറി അല്ലെങ്കിൽ അലമാരയൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ലോക്ക് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഒഴിഞ്ഞ മുറിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ലോക്ക് ചെയ്യില്ല എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ആ ലോക്ക് എന്നുള്ള വാക്ക് നമുക്ക് കിട്ടുമല്ലോ. ഒഴിഞ്ഞ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ലോക്ക് എന്നുള്ള വാക്ക് കിട്ടും. അപ്പോൾ കുട്ടികളുടെ മനസ്സ് ഒഴിഞ്ഞ സ്ലേറ്റ് ആണ് എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചില്ലേ. ഇനി അടുത്തത് പ്രവർത്തിച്ചു പഠിക്കുക, ചർച്ച ചെയ്യുക, അന്തർവൈജ്ഞാനികമായ അറിവുകൾ സമ്പാദിക്കുക എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് ജോൺ ഡ്യൂയി ആണ് അല്ലേ. അപ്പോൾ ജോൺ ഡ്യൂയിയെ കുറിച്ച് നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? ഡ്യൂപ്പൊന്നുമല്ല, നമ്മളെ മസ്തിഷ്കം ഉപയോഗിച്ചിട്ടാണ്. മസ്തിഷ്കത്തിൽ അധിഷ്ഠിതമായ ബോധനമാണ് ജോൺ ഡ്യൂയി.
അപ്പോൾ പ്രവർത്തിച്ച് പഠിക്കുക, ചർച്ച ചെയ്യുക, അന്തർവൈജ്ഞാനിക അറിവുകളൊക്കെ സമ്പാദിക്കുക ഇതുകൊണ്ടാണ് നമ്മൾ മസ്തിഷ്കം കൊണ്ടല്ലേ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അല്ലേ. അറിവുകളൊക്കെ സമ്പാദിക്കുന്നത് നമ്മൾ മസ്തിഷ്കം കൊണ്ടാണ്. അപ്പോൾ മസ്തിഷ്കത്തിൽ അധിഷ്ഠിതമായ ബോധനം ഇങ്ങനെ ഈ പ്രവർത്തിച്ച് പഠിക്കുക, ചർച്ച ചെയ്യുക, അറിവുകൾ സമ്പാദിക്കുക എന്നൊക്കെ പറഞ്ഞതും ആരാണ്? ജോൺ ഡൂയി ആണെന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് സ്കൂൾ കോംപ്ലക്സ് അല്ലേ. എന്താണത്? സ്കൂൾ കോംപ്ലക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? അതാരാണെന്ന് അറിയാമോ? ഇദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. DS കോത്താരി അല്ലേ. നമ്മൾ 10+2+3 ആ ഒരു പഠന രീതിയൊക്കെ കൊണ്ടുവന്ന കോത്താരി കമ്മീഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണിത്, DS കോത്താരി. അപ്പോൾ സ്കൂൾ കോംപ്ലക്സ് എന്ന ആശയം കൊണ്ടുവന്നത് DS കോത്താരിയാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് ഈ കോംപ്ലക്സ് അല്ലെ കോന്നുള്ള അക്ഷരം വെച്ച് കണക്ട് ചെയ്യാം. കോംപ്ലക്സ് കോത്താരി അങ്ങനെ പഠിച്ചൂടെ? കോംപ്ലക്സ് കോത്താരി അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാലോ. സ്കൂൾ കോംപ്ലക്സ് എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? DS കോത്താരിയാണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ ആയി. അടുത്തത് 6. പലപ്പോഴും ക്ലാസ്സിൽ കുട്ടികളുടെ ശബ്ദം കേൾക്കാറില്ല, ടീച്ചറുടെ ശബ്ദം മാത്രമാണ് കേൾക്കാറ്. ഈ അവസ്ഥ മാറണം. ഇത് ആരുടെ അഭിപ്രായമാണ്? ആരുടെ അല്ലെങ്കിൽ ഏത് കരിക്കുലത്തിൻ്റെ അഭിപ്രായമാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും ക്ലാസ്സിൽ കുട്ടികളുടെ ശബ്ദം മാത്രമേ കേൾക്കാറുള്ളൂ, പലപ്പോഴും ക്ലാസ്സിൽ കുട്ടികളുടെ ശബ്ദം കേൾക്കാറില്ല, ടീച്ചറിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കാറുള്ളൂ. ഈ അവസ്ഥ മാറണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്നറിയാമോ? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ആണ്. അപ്പോൾ നമുക്ക് 2007 2010 ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കുക. ഈ ഒരു അഭിപ്രായം പറഞ്ഞത് ആരാണ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ നമ്മൾ 6 ക്വസ്റ്റ്യൻ പഠിച്ചെടുത്തല്ലോ. ഓർമ്മയായി എന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തേത് നമ്മൾ പേസ്റ്റാലോസി അല്ലേ. വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ, വായനയ്ക്ക് മുമ്പ് വാക്കുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല്ല് തേക്കുന്നതിന് മുമ്പ് പേസ്റ്റ് എന്ന് പഠിച്ചു. അപ്പോൾ പേസ്റ്റാലോസി. മസ്തിഷ്കത്തിൽ അധിഷ്ഠിതമായ ബോധനം. മസ്തിഷ്കം കൊണ്ട് നമ്മൾ ഡ്യൂപ്പൊന്നുമല്ല, ഒറിജിനൽ മസ്തിഷ്കം കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജോൺ ഡൂയി. കുട്ടികളുടെ മനസ്സ് ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് ആണ്, ഒഴിഞ്ഞ മുറി നമ്മൾ ലോക്ക് ചെയ്യാറില്ല. അപ്പോൾ ജോൺ ലോക്ക്. പ്രവർത്തിച്ച് പഠിക്കുക, ചർച്ച ചെയ്യുക, അറിവുകൾ സമ്പാദിക്കുക എന്നൊക്കെ പറഞ്ഞത് ആരാണ്? അതും ജോൺ ഡൂയി ആണ് അല്ലേ. പിന്നെയോ സ്കൂൾ കോംപ്ലക്സ് കോത്താരി, DS കോത്താരി. പലപ്പോഴും ക്ലാസ്സിൽ കുട്ടികളുടെ ശബ്ദം കേൾക്കാറില്ല, ടീച്ചറിൻ്റെത് മാത്രമേ കേൾക്കാറുള്ളൂ. ഈ അവസ്ഥ മാറണം എന്നൊക്കെ പറഞ്ഞത് ആരാണ്? അത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ആണ്. അപ്പോൾ 6 ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുത്തല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 7ാമത്തെ ചോദ്യം ഇതാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് എന്താണ്? അപ്പോൾ ഈ ചോദ്യം നമുക്ക് LP-UP സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രമല്ല, വിദ്യാഭ്യാസ കമ്മീഷനൊക്കെ ഭാഗത്ത് നമുക്ക് സാധാരണ ജനറൽ PSCയിലും ഈ ചോദ്യം സ്ഥിരമായി ചോദിക്കാറുണ്ട്. അടിസ്ഥാന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ് ഗാന്ധിജി അർത്ഥമാക്കുന്നത്? അതായത് കുട്ടികൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുക അല്ലേ. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു തൊഴിൽ കൂടെ പഠിപ്പിച്ചുകൊണ്ട് തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഗാന്ധിജി അടിസ്ഥാന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നൈം താലിം പോലുള്ള പദ്ധതികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജി എപ്പോഴും എന്തിനാണ് ഊന്നൽ കൊടുത്തത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ കൊടുത്തത് എന്ന് മാത്രം പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് റൂസോ അർത്ഥമാക്കുന്നത് എന്ത്? അപ്പോൾ റൂസോയുടെ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ഒരു ആശയമാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ അല്ലേ. ഇത് നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് റൂസോ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് കുട്ടി സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യുക അല്ലേ. കുട്ടികൾ സ്വതന്ത്രമായി പഠിച്ചു വളരുക അല്ലേ. കുട്ടികൾ സ്വതന്ത്രമായി പഠിച്ചു വളരുക, യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ സ്വതന്ത്രമായി പഠിച്ചു വളരുക. അതുപോലെ തന്നെ പ്രകൃതിയോട് ചേർന്നുകൊണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പ്രകൃതിയെ കണ്ടും കേട്ടും നിരീക്ഷിച്ചും സ്വതന്ത്രമായി പഠിക്കുക അല്ലേ. പിന്നെയോ അധ്യാപകൻ ഒരു ഒരു വഴികാട്ടിയായി നിന്നുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് അധ്യാപകൻ നിൽക്കുക. പിന്നെ അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ ആ തെറ്റ് തിരുത്തി കൊടുക്കുക എന്ന ഒരു ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? അധ്യാപകനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് റൂസോ അർത്ഥമാക്കുന്നത്. അപ്പോൾ
ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതായിരുന്നു ആൻസർ. അപ്പോൾ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. കുട്ടികൾ സ്വതന്ത്രമായി പഠിച്ച് വളരുക, പിന്നെയോ പ്രകൃതിയോടിണങ്ങി പ്രകൃതിയെ നിരീക്ഷിച്ചും കണ്ടും കേട്ടും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അതോടൊപ്പം തന്നെ അധ്യാപകൻ ഒരു എന്താ പറയുക, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളായി മാത്രം നിന്നിട്ട് അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ തിരുത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് റൂസോ അർത്ഥമാക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം, ജന്മസിദ്ധമായ അറിവോടെയല്ല ആരും ജനിച്ചു വീഴുന്നത്. ഈ ആശയത്തിന് സമാനമായ പദമേത്? അപ്പോൾ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ബുനിയാദി തലീം, ഓപ്ഷൻ ബി ടബുല രാസ, ഓപ്ഷൻ സി നയിം താലിം, ഓപ്ഷൻ ഡി ഇവയെല്ലാം, ഓൾ. അല്ലേ? അപ്പോൾ ഏതായിരിക്കും ആൻസർ? ജന്മസിദ്ധമായ അറിവോടെയല്ല ആരും ജനിച്ചു വീഴുന്നത്. അങ്ങനെയുള്ള അർത്ഥം വരുന്ന ഈ ആശയത്തിന് സമാനമായ പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതായിരിക്കാം? ഓപ്ഷൻ ബി ആണ് ആൻസർ. അല്ലേ? ടബുല രാസ. ടബുല രാസ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ജന്മസിദ്ധമായ അറിവോടെയല്ല ആരും ജനിച്ചു വീഴുന്നത്. അപ്പോൾ ഇതെല്ലാം തെറ്റാണ്. ബുനിയാദി തലിമല്ല, നയിം താലിമല്ല, ഓൾ അപ്പോൾ വരികയില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം? ജന്മസിദ്ധമായ അറിവോടെയല്ല ആരും ജനിച്ചു വീഴുന്നത്. അതിനുശേഷം നമ്മൾ അറിവൊക്കെ ഉണ്ടാകാൻ വേണ്ടി ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമുക്ക് അറിവുണ്ടായത് എന്ന് പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാലോ. ജന്മസിദ്ധമായ അറിവോടെയല്ല ആരും ജനിച്ചു വീഴുന്നത്. അതിനുശേഷം നമ്മൾ കുറേ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കും അല്ലേ? കുട്ടികൾക്ക് നമ്മൾ കുറേ മരുന്നൊക്കെ കൊടുക്കുന്നില്ലേ? അപ്പോൾ ബുദ്ധി വളരാനുള്ള ടാബ്ലറ്റ് ഒക്കെ നമ്മൾ കഴിക്കുന്നില്ലേ? അപ്പോൾ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമുക്ക് പിന്നീട് അറിവ് കിട്ടിയത് എന്ന് പഠിച്ചു വെച്ചാൽ ടബുല രാസ എന്ന പദം നമുക്ക് ആ ടാബ്ലറ്റ് എന്നുള്ളതിന് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഓർമ്മിച്ച് വെക്കാലോ. അപ്പോൾ അടുത്ത ലാസ്റ്റ് ചോദ്യം, കുട്ടിയായിരുന്നപ്പോൾ അല്ലറ ചില്ലറ സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ ഭാവനയിൽ നിന്ന് കളികൾക്ക് രൂപം നൽകുമായിരുന്നു. എൻ്റെ ലോകത്ത് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ അനുഭവിച്ചത്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ തത്വചിന്തകൻ, മഹാനായ ഒരു ഇന്ത്യൻ തത്വചിന്തകൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകൾ ആരാണ് ഉപയോഗിച്ചതെന്നറിയാമോ? നമ്മുടെ നേരത്തെ ഒരു കരിക്കുലം ഫ്രെയിം വർക്ക് 2005 കുറിച്ച് പഠിച്ചല്ലോ, അത് പ്രൊഫസർ യശ്പാലിൻ്റെതാണ്. അപ്പോൾ അദ്ദേഹം ഈ നാഷണൽ ഫ്രെയിം വർക്ക് 2005 ആമുഖത്തിൽ ഈ വാക്കുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യശ്പാൽ ഈ വാക്കുകൾ ആരുടേതാണ് എന്നാണ് ചോദിച്ചത്. യശ്പാലിൻ്റെ നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് 2005 ആമുഖത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ആശയം, ഈ വാക്കുകൾ ഒരു ഇന്ത്യൻ തത്വചിന്തകൻ്റെതാണ്. അദ്ദേഹം ആരാണ് എന്നതായിരുന്നു PSCയുടെ ചോദ്യം. അപ്പോൾ അദ്ദേഹം ആരാണെന്നറിയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? രവീന്ദ്രനാഥ ടാഗോറാണ്. സർ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളാണ്. കുട്ടിയായിരുന്നപ്പോൾ അല്ലറ ചില്ലറ സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. എങ്കിൽ എൻ്റെ ഭാവനയിൽ നിന്ന് ഒരുപാട് കളികൾക്ക് ഞാൻ രൂപം നൽകുമായിരുന്നു. എൻ്റെ ലോകത്ത് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. അവരുടെ കൂടെയായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ അനുഭവിച്ചത്. ഈ വാക്കുകൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അടിസ്ഥാന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് റൂസോ അർത്ഥമാക്കുന്നത് മനസ്സിലായല്ലോ. പിന്നെ ജന്മസിദ്ധമായ അറിവോടെയല്ല ആരും ജനിച്ചു വീഴുന്നത് എന്ന ആശയത്തിന് സമാനമായ പദം. അതിനുശേഷം നമ്മൾ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് അറിവ് കിട്ടിയെന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ ടബുല രാസ കണക്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് എഴുതി വെച്ച് നോട്ടായി തന്നെ എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ 10 വീതം ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കും. പരീക്ഷ ആകുമ്പോഴേക്കും നമുക്ക് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാം. അപ്പോൾ LP UP പഠിക്കാനിരിക്കുന്നവർ ഇതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ എവിടെ നിന്ന് പഠിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് കിട്ടുന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി ടെൻഷനൊന്നും വേണ്ട. ഓരോ ദിവസത്തെ ക്ലാസ്സും കൃത്യമായി കേട്ട് കുറച്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കണക്ഷനും ഒക്കെ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എക്സാം ഹാളിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയും ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. കുറേ പേര് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ PSC പള്ളിക്കൂടം എന്ന ചാനലിൽ SSCRT സീരീസ് കൂടിയുണ്ട്. 10 മിനിറ്റ് സീരീസാണ്. അപ്പോൾ ആ ക്ലാസ് കൂടെ കണ്ട് SSCRTയുടെ കവർ ചെയ്യുക. LP UP ടീച്ചർ ആവാനുള്ള എക്സാമിൽ ഏറ്റവും കൂടുതൽ SSCRTയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ SSCRT പൂർണ്ണമായും 5 മുതൽ 10 വരെ പഠിച്ചിട്ടേ പോകാവൂ. അപ്പോൾ ആ ക്ലാസ്സും കൂടെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.